ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ദേ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ കേട്ടോ. വെയിറ്റ് ലോസ് ഡ്രിങ്ക് എവിടെയെന്ന് ചോദിക്കരുത്. അത് വല്ലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രസരം മാത്രമാണ് കേട്ടോ. എല്ലാ ദിവസവും ആഗ്രഹമുണ്ട്, പക്ഷേ എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ അത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നല്ല മടി കാരണം പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ടൻ ചായ എടുത്ത് കുടിക്കും. നാളെ എന്തായാലും വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കണം. അപ്പോൾ ഈ കുഞ്ചും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കുഞ്ചു സാധാരണ 11 മണിക്ക് എഴുന്നേറ്റ് വരാറ്, പക്ഷേ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൻ. അപ്പോൾ അവനുമായിട്ട് കുറച്ച് പാമ്പറിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മഴയുണ്ടല്ലേ, രാത്രിയിലൊക്കെ നല്ല മഴയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ചെടി നനയ്ക്കുന്ന പരിപാടികളൊന്നും ഇല്ല, നല്ല തണുപ്പുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മഴ വരുന്നതിന് മുൻപ് തന്നെ കറണ്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ മഴയെന്ന് എഴുതി കാണിക്കുന്നതിന് മുൻപ് തന്നെ കറണ്ട് പോകും. ഈ ചെടിയുണ്ടോ, ഇത് ഞാൻ ഏതോ ഒരു സ്ഥലത്ത് റോഡിൻ്റെ സൈഡിൽ അവിടെ വലിയ മരമായിട്ട് നടത്തുന്ന ഒരു കമ്പ് കൊണ്ടുവന്ന് നട്ടയാണ്. പിന്നെ ഇതിവിടെ ഇങ്ങനെ വലിയ മരം പോലെ പിടിച്ചു വന്നു. അതിൽ നിന്ന് പിന്നെ അമ്മ പറിച്ച് കളഞ്ഞിട്ട് അവിടെ കിടന്ന് കിളുത്താണ് കേട്ടോ. ഇത് പറിച്ച് കളയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിനൊരു മുള്ള് പോലെ കണ്ടില്ലേ, ആ മുള്ള് കുറച്ച് ഡേഞ്ചറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പയറിന് നല്ല നീളമുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴു വന്ന് കുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി പയറുകളും കൂടെ ഒക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഇതും കൂടെ പറിച്ച് കളഞ്ഞിട്ട് ഇനി കുറച്ചും കൂടെ ഒരു കെയർഫുള്ളായിട്ട് കാര്യമായിട്ടൊന്ന് കൃഷി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പയറൊക്കെ അങ്ങോട്ട് പറിക്കാം. 1-2 എണ്ണത്തിനൊക്കെ ഉള്ളൂ ഇങ്ങനെ പുഴു കുത്തിൽ വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മഴയില്ലാത്തത് കൊണ്ട് കുറച്ച് കൃഷി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അമരയാണ് കേട്ടോ, ആകെ ഒരു അമരയുടെ കായ ഉണ്ടായിട്ടുള്ളൂ. ഇതുകൊണ്ട് എന്തെടുക്കാനാണ്. പിന്നെ നമ്മുടെ മുളക് ചെടിയിലൊക്കെ നിറയെ കള കിളുത്ത് നിൽക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ പറിച്ച് കളയുന്നുണ്ട്. നമ്മുടെ ക്യാപ്സിക്കത്തിൽ ചെറുതായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ കുറച്ച് വളങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ഇന്ന് കുറച്ച് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് തക്കാളിയും ക്യാപ്സിക്കവും സവാളയും പിന്നെന്താണ് ഒരു പച്ചമുളകിൻ്റെ പകുതിയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഓംലേറ്റാണ് കേട്ടോ. മുട്ട പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. മാത്രമല്ല ഞാൻ ഭയങ്കര ഒരു ഫുഡിയാണ്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ അറിയായിരിക്കും, ഒരു ഫുഡ് അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറ്റൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. എങ്കിലും ഞാൻ ഇപ്പോൾ കുറേയൊക്കെ ഡയറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓവർ വെയ്റ്റഡ് ആയി വരുന്നത് കൊണ്ട്, നല്ല ചൂടായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ തിന്നുന്നത്. നിങ്ങൾ എന്നെ പോലെ ഫുഡിയാണോ? കമൻറ്റ് ചെയ്ത് പറയണേ.